ഹേ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ABG അനാലിസിസിനെ പറ്റിയിട്ടാണ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. പേര് പോലെ തന്നെ ആർട്ടറിയിലുള്ള ബ്ലഡ് അനലൈസ് ചെയ്യുക. ആർട്ടീരിയൽ ബ്ലഡ് ഉണ്ട്, വീനസ് ബ്ലഡ് ഉണ്ട്, കാപ്പിലറി ബ്ലഡ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ സംസാരിച്ചതാണ്. ആർട്ടീരിയൽ ബ്ലഡ് ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും, വീനസ് ബ്ലഡ് ഡാർക്ക് കളേർഡ് ആയിരിക്കും. വീനസ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ആർട്ടീരിയൽ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും, ABG അനലൈസ് ചെയ്യുന്നത്. നോൺ എമർജൻസി കേസസിൽ പ്രീ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. എല്ലാ പ്രൊസീജിയറിന് മുമ്പ് വരുന്നതാണ് എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ABG ചെയ്യുന്നതെങ്കിൽ അത് അത്രയൊരു ഇമ്പോർട്ടൻസ് അതിന് വരുന്നില്ല. ഇനി അടുത്തതായിട്ട് ABG എടുക്കുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, കോൺഷ്യസ് ഒക്കെ ഉള്ള പേഷ്യൻസിലാണെങ്കിൽ നമുക്ക് അലൻസ് ടെസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരു കൈയുടെ രണ്ട് ആർട്ടറീസ്, അൾണർ ആർട്ടറിയും റേഡിയൽ ആർട്ടറിയും ഉണ്ട്. അതിൽ രണ്ട് ആർട്ടറീസ് പ്രസ് ചെയ്ത് വെക്കുക, പേഷ്യനോട് ഫിസ്റ്റ് ആക്കാനോ റിലീസ് ചെയ്യാനോ പോയാൽ. എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ പെയിലാകും. അതിനുശേഷം ഒരു ആർട്ടറി റിലീസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ഒരു ബ്ലഡ് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേസ് വരുന്നുണ്ടോ നോക്കുക. അതിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആർട്ടറി ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റേഡിയൽ ആർട്ടറീസ് ആണ്. ഇനി എങ്ങനെയാണ് ABG എടുക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ ക്വിക്കായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ABG സിറിഞ്ച് വേണം. കാരണം അതൊരു ഹെപ്പൈനസ്ഡ് സിറിഞ്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോട്ട് ആകാനുള്ള ചാൻസസ് കുറവായിരിക്കും. 500 ml NS അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ആ കൈ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗോസ് ട്രേ, പ്രൂഫ് കണ്ടെയ്നർ, കിഡ്നി ട്രേ, ഇഞ്ചക്ഷൻ ട്രേ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ ആളുടെ കൈ ഒരു ഫ്ലൂയിഡിന് മുകളിൽ സപ്പോർട്ട് ചെയ്യുന്നു, പൾസ് ഫീൽ ചെയ്യുന്നു. നമ്മുടെ ABG സിറിഞ്ചൊക്കെ അറ്റത്തിലാണെങ്കിൽ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ നീഡിലിന്റെ ക്യാപ്പ് ആയാലും മതി. അത് വെച്ചിട്ട് ആ ഒരു ഏരിയ നമുക്ക് പൾസ് ഇട്ട് ഏരിയ മാർക്ക് ചെയ്യുക. അവിടെ നിന്നിട്ട് നമ്മൾ ആൽക്കോഹോൾ സോപ്പോ അല്ലെങ്കിൽ സ്റ്റെറിലോ വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. അതിനുശേഷം അവിടെ വെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ആർട്ടീരിയൽ ബ്ലഡ് ആണെങ്കിൽ നല്ല ഫ്ലോയിൽ ബാക്കോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ പിസ്റ്റൺ വലിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ABG കളക്ഷൻ അത്രയൊക്കെയാണ്. ABG എടുത്തതിന് ശേഷം നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം. ഇനി ABG ഇന്റർപ്രിട്ടേഷന്റെ ബേസിക് നോക്കുവാണെങ്കിൽ നമുക്ക് 3 ഘടകങ്ങളാണ് വരുന്നത്: pH, CO2, HCO3, ബൈകാർബണേറ്റ്. നമ്മൾ പണ്ട് മുതലേ ഈ ഒരു pH കാര്യം പഠിച്ചാണ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് അല്ലെ. pH കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അസിഡിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അസിഡോസിലാണ് പേഷ്യന്റ്. pH കൂടുന്നതിന് കണക്കായിട്ട് ആൽക്കലൈൻ നേച്ചറിലേക്ക് പോകും, ആൽക്കലോസിസ് ഉണ്ടാകും. ഇനി നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു അസിഡോസിസ് ഉണ്ടായത്. ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ, അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ എന്നാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം കണ്ടുപിടിക്കണം. ചിലപ്പോഴത് റെസ്പിറേറ്ററി പാർട്ട് കൊണ്ടായിരിക്കാം അസിഡോസിസ് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മെറ്റബോളിക് പാർട്ട് കൊണ്ടായിരിക്കാം അസിഡോസിസ് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആൽക്കലോസിസ് ഉണ്ടായിട്ടുണ്ടാവുക. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ pH നോക്കി, ഇപ്പോഴും pH ഒരു 7.25 ആണെന്ന് വിചാരിക്കുക. ഒരു അസിഡോസിസ് ആണ്, നമ്മൾ പറഞ്ഞ പോലെ അസിഡോസിസ് ആണ്. pH നോക്കിയിട്ട് അടുത്ത് നോക്കേണ്ട PaCO2 ആണ്. പാർഷ്യൽ CO2 എത്രയാണെന്ന് നോക്കുക. ഇതിന് നോർമൽ റേഞ്ച് വരുന്നത് 35 to 45. നമ്മൾ നേരത്തെ പറഞ്ഞു 7.35 to 7.45 ആണ് pH. അപ്പോൾ ആ ഒരു 7 എടുത്ത് മാറ്റിയിട്ട് ആ പോയിന്റ് എടുത്ത് മാറ്റുക. അപ്പോൾ 35 to 45 ആണ് PaCO2ന്റെ നോർമൽ വാല്യൂ. ഈ ഒരു CO2ന്റെ വാല്യൂ കൂടുന്നതിന് കണക്കായിട്ട് അസിഡിക് നേച്ചറാണ് ഉണ്ടാക്കുക. ഈ ഒരു CO2 കുറയുന്നതിന് കണക്കായിട്ട് ആൽക്കലൈൻ നേച്ചറിലേക്ക് പോകും. CO2ന്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്കൊരു 55 ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഈ ഒരു CO2 ആണ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ CO2ന്റെ വാല്യൂ നോക്കി. CO2ന്റെ വാല്യൂ ഇപ്പോഴൊരു 22 ആണ്. അതായത് നമ്മുടെ നോർമൽ റേഞ്ചിനാണെങ്കിൽ കുറവാണ്. അപ്പോഴത് റെസ്പിറേറ്ററി കാരണമല്ല ഉണ്ടായിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ബൈകാർബണേറ്റ് ആണ്, HCO3 മൈനസ്. HCO3ന്റെ വാല്യൂ നോർമൽ റേഞ്ച് 22 to 26 ആണ്. ബൈകാർബണേറ്റ് നോക്കുമ്പോൾ ബൈകാർബണേറ്റ് കൂടുക എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചർ കൂടുക എന്നാണ് അർത്ഥം. ബൈകാർബണേറ്റ് കൂടുന്നത് ആൽക്കലൈൻ നേച്ചർ കൂടുക എന്നും ബൈകാർബണേറ്റിന്റെ അളവ് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ നേച്ചർ കുറയാന്നുമാണ് അർത്ഥം. അതായത് അസിഡോസിസ് ആകുക എന്നും അർത്ഥമാണ്. ഓക്കെ, അതായത് സോഡ ബൈകാർബണേറ്റ് നിങ്ങൾ ആലോചിക്കുക. സോഡ ബൈകാർബണേറ്റ് അതൊരു ആൽക്കലി ആണല്ലേ. അപ്പോൾ ആ സോഡ ബൈകാർബണേറ്റ് കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ നേച്ചർ കൂടുവാണ്. ഇനിയിപ്പോഴ് സോഡ ബൈകാർബണേറ്റ് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ നേച്ചർ കുറയാണ്, അതായത് അസിഡിക് നേച്ചർ ആയി വരികയാണ്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ.
നമ്മൾ CO2 നോക്കി നേരത്തെ കേസിൽ അത് CO2 അത് കുറവാണ്. അപ്പോൾ അത് ഒരു റെസ്പിറേറ്ററി കാരണമല്ല ഉണ്ടായിട്ടുള്ളത് ആ ഒരു അസിഡോസിസ്. അപ്പോൾ നമ്മൾ ബൈകാർബണേറ്റിന്റെ വാല്യൂ നോക്കി. ബൈകാർബണേറ്റിന്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്കൊരു 15 ഒക്കെ കിട്ടുകയാണ്. HCO3 കുറഞ്ഞത് കാരണമാണ് അസിഡോസിസ് ഉണ്ടായിട്ടുള്ളത്. അത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. CO2 എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ CO2 കാരണമാണ് ഈ ഒരു അസിഡോസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസും ബൈകാർബണേറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല. അതായത് നമ്മൾ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊരു മെറ്റബോളിക് അസിഡോസിസ് അല്ലെങ്കിൽ ആൽക്കലോസിസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആദ്യം എപ്പോഴും pH നോക്കുക. pH കൂടുതലാണോ കുറവാണെന്ന്. pH കൂടുമ്പോൾ ആൽക്കലോസിസ്, pH കുറയുമ്പോൾ അസിഡോസിസ്. ഇനി CO2 നോക്കുക അടുത്തതായിട്ട്. CO2 കൂടിയതോ കുറവോ ആയതുകൊണ്ടാണോ ഈ അസിഡോസിസും ആൽക്കലോസിസും ഉണ്ടായെന്ന് നോക്കുക. ഈ ഒരു CO2 കൂടുമ്പോൾ അസിഡോസിസും CO2 കുറയുമ്പോൾ ആൽക്കലോസിസും ആണ് ഉണ്ടാകുന്നത്. നേരെ തിരിച്ചാണ്, pHനെ കമ്പയർ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്. CO2 കൂടിയത് കാരണം അസിഡോസിസ് ഉണ്ടായതെങ്കിൽ അതൊരു റെസ്പിറേറ്ററി അസിഡോസിസ് ആയിരിക്കും. അല്ല, pH കുറഞ്ഞത് കാരണം ആൽക്കലോസിസ് ആണ് ഉണ്ടായതെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആയിരിക്കണം. ഓക്കെ, pHും കുറഞ്ഞു, CO2 കുറഞ്ഞു, അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധം വരില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബൈകാർബണേറ്റ് നോക്കണം. ബൈകാർബണേറ്റ് അതേ സമയത്ത് കൂടി, pH കൂടി, അതായത് മെറ്റബോളിക് കാരണം ആൽക്കലോസിസ് ആണ് ഉണ്ടായിട്ടുള്ളത്. മെറ്റബോളിക് ആൽക്കലോസിസ്. ഇനിയിപ്പോഴും ബൈകാർബണേറ്റ് കുറഞ്ഞു, pH കുറഞ്ഞു, അപ്പോഴും മെറ്റബോളിക് അസിഡോസിസ്. ഓക്കെ, ഞാൻ ടേബിൾ ഇവിടെ കാണിച്ചില്ല കേട്ടോ. ഇത്രയ്ക്കുള്ളൂ. ഡൗട്ട് ഉണ്ടാകും, കമന്റ് ബോക്സിൽ ചോദിക്കുക. ബൈ.